എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യ ഭുജംഗത്തിലെ രണ്ടാമത്തെ സ്റ്റാൻസയുടെ അർത്ഥമാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. അർത്ഥവും ചൊല്ലേണ്ട രീതിയും. സുബ്രഹ്മണ്യ ഭുജംഗം എത്രത്തോളം മഹത്വമേറിയതാണെന്ന് നമുക്ക് കേട്ട് മനസ്സിലാക്കിയല്ലോ. അത് ഭക്തിയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ഭുജംഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് അക്ഷരത്തെറ്റില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി ചൊല്ലി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കിനി വരികൾ എങ്ങനെയാണെന്നും അതിൻ്റെ അർത്ഥങ്ങളും നോക്കാം. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. ഇതിൻ്റെ അർത്ഥം നോക്കാം. ശബ്ദങ്ങളോ അർത്ഥങ്ങളോ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഇവയൊന്നും അറിയാത്തവനാണ് ഞാൻ. എനിക്കിതൊന്നും അറിയില്ല. പക്ഷേ ആറുമുഖനായ ഭഗവാന്റെ ഒരു മുഖം എൻ്റെ ഹൃദയത്തിൽ എന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്യത്ഭുതകരമെന്ന് പറയട്ടെ, വാക്കുകൾ അനിർഗളം അഥവാ തടസ്സമില്ലാതെ എന്നിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവ ഭഗവാന്റെ സുന്ദരമായൊരു ചിത്രം വരയ്ക്കുന്നു. ഇത് വളരെ ആശ്ചര്യകരം തന്നെ. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. ഓം ശരവണ ഭവ 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 ശരണം. ഇത് ഭഗവാനോടുള്ളൊരു ഭക്തി കൊണ്ട് അറിയാതെ വന്നു പോകുന്നതാണ് ശരവണ ഭവ എന്നുള്ളത്. അത് ഈ ഭുജംഗത്തിന് ഒന്നുകൂടെ ഭംഗി കൂട്ടി ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകാനായിട്ട് സഹായിക്കുന്നു. ഇനി ഇത് നമുക്ക് ചേർത്ത് പാടാം. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. ന ജാനാമി ശബ്ദം ന ജാനാമി ചാർത്ഥം. ന ജാനാമി പദ്യം ന ജാനാമി ഗദ്യം. ചിദേകാഷടാസ്യ ഹൃദി ദ്യോതതേ മേ. മുഖാനിസ്സരന്തേ ഗിരശ്ചാപി ചിത്രം. ഓം ശരവണ ഭവ 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 ശരണം. എല്ലാവരും വളരെ വ്യക്തമായി അക്ഷരസ്ഫുടതയോടുകൂടി ഇത് പഠിച്ചു വയ്ക്കുമല്ലോ അല്ലേ. നമുക്ക് അടുത്ത 4 വരികളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.